ഞാന് പരപ്പനങ്ങാടിയാണ്. പിന്നെ എത്ര വർഷം ഡയബറ്റിക് തുടങ്ങിയിട്ട്? ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു 24 വർഷം പോരായി ഞാൻ ഗുളിയായിട്ട്. ഇപ്പൊ ഒരു 17 വർഷം പോരായി ഞാൻ പിന്നെ ഇൻസുലിൻ കയറിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല ക്ഷീണം കയറി. ഇൻസുലിൻ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടോപ്പിലാണ് അടിക്കുന്നത്. രാവിലെ ഇപ്പൊ 36 പോയിന്റ്, രാത്രി കൊടുക്കുമ്പോൾ 30 പോയിന്റ് ഇതാണ് അടിക്കണത്. 17 വർഷമായിട്ട്. 17 വർഷമായിട്ട്. പിന്നെ വളരെ ക്ഷീണമാണ്. പിന്നെ അതിന്റെ അടിയിലാണ് പിന്നെ കാൽമിൽ ഒരു മുറിവ് വന്ന് പെട്ടത്. മുറിവ് വന്ന് പെട്ടപ്പോഴാണ് പിന്നെ ഞാനിങ്ങനെ പിന്നെ വൈദ്യരെ പറ്റി അറിയണത്. അങ്ങനെ വൈദ്യരുടെ അടുത്തേക്ക് വരുന്നത്. വൈദ്യരുടെ അടുത്ത് വന്ന് വൈദ്യര് പിന്നെ ഇങ്ങനെ കാലിന് പിന്നെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വീഴ്ചയിലും ഇതൊക്കെ വളരെ ആശ്വാസമായി. ഇപ്പൊ ആ വീഴ്ചയിലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആശ്വാസമായി. എനിക്ക് മറ്റേ മൂത്രത്തിനൊക്കെ നല്ല തടസ്സം. മൂത്രത്തിന് എന്തൊക്കെ പ്രയാസം? യൂറിന് എന്തൊക്കെ പ്രയാസം? മൂത്രം ഭയങ്കര കടച്ചില് പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടാണ് മൂത്രം ഒഴിവാകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഫസ്റ്റ് വന്നപ്പോ. എത്രാമത്തെ ദിവസം ഏകദേശം? ഞാനിപ്പോ പിന്നെ വൈദ്യുതി അടുത്ത് വന്നിട്ട് ഇപ്പൊ 4-ാമത്തെ ദിവസം. 4 ദിവസം കൊണ്ട് 2-ാമത്തെ ദിവസം തന്നെ എനിക്ക് മൂത്രം ഏകദേശം നല്ല ക്ലിയർ ആയിട്ട് പോകുന്നു. മറ്റേ വല്ല കട്ടിയിലായിരുന്നു പോയിരുന്നത്. ഇപ്പൊ ദിവസമായിട്ട് തന്നെ 14 കട്ടിയിൽ കൊഴുപ്പ് അതിന് പോയി. മൂത്രം പോരാൻ തന്നെ സമയം എടുക്കും ചെയ്തില്ല. ഭയങ്കര പറഞ്ഞാല് പിന്നെ നല്ല സ്ട്രെങ്ത് കൊടുത്തുകൊണ്ടിരുന്നു. അത് പിന്നെ ക്ലിയർ ആയിട്ട് പോകണില്ല. വളരെ പ്രയാസപ്പെട്ടായിരുന്നു. ഒരുപാട് ടൈം പിടിച്ചിട്ടായിരുന്നു മൂത്രം നാട്ടിട്ട് ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. പോയി ശരിക്കും ഇപ്പൊ മൂത്രം കണ്ടത് തോന്നി പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മൂത്രം ക്ലിയർ ആയി. പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര വർഷം ഉണ്ടാവും? ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം തുടങ്ങിയിട്ട്, യൂറിന്റെ പ്രശ്നം തുടങ്ങിയിട്ട്? യൂറിന്റെ പ്രശ്നം ഇപ്പൊ ഈ ടൈറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ പറഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെയായാലും ഇപ്പൊ ഒരു 6 മാസം പോലെ നല്ല പ്രയാസത്തിന്. നിങ്ങൾ വന്ന സമയത്ത് കാലൊക്കെ നല്ല ബ്ലാക്ക് ആയിരുന്നു, കാലൊക്കെ നല്ല തെളിഞ്ഞിട്ട്. അതെ, ഇപ്പൊ കാരണം എനിക്ക് നല്ല തരിപ്പ് പറഞ്ഞിട്ടാണെങ്കിൽ ചെരുപ്പിട്ടാൽ തന്നെ ചെരുപ്പ് കൊയ്യോണെന്ന് അറിയില്ല. ഇപ്പൊ പറഞ്ഞപ്പോ നല്ല അറിയുന്നുണ്ട്. നല്ല അറിയുന്നുണ്ട്. ഇപ്പൊ ഷുഗർ ചെക്ക് ചെയ്ത് പിന്നെ ഷുഗർ ഇപ്പൊ ഞാനിപ്പോ ഇന്നലെ ഞാന് മറ്റേ ഈ ഗ്ലൂക്കോമീറ്ററിലാണ് ടെസ്റ്റ് ചെയ്തത്. വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ട്. അപ്പൊ നോക്കാകുമ്പോ വെറുവായിട്ടില് 195 മറ്റേ നന്ദിക്കാണെങ്കിൽ എങ്ങനെയായാലും ഒരു 300ന്റെ അടുത്ത് അങ്ങനെ എന്നിട്ട് മൈനസ് ആവില്ല. ഈ ഇൻസുലിൻ അടിച്ചിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പ്രയാസമായിരുന്നു. കുറെ പറഞ്ഞിട്ടുണ്ട്. നല്ല ആശ്വാസം. യൂറിന്റെ പ്രശ്നം തീർന്നോട് കൂടി പ്രശ്നങ്ങൾ ഘട്ടങ്ങളായിട്ട് തീർന്നുകൊടുക്കുകയാണ്. നാലും മൂത്രം കറക്റ്റ് പോലെ കൊടുക്കുന്നതോട് കൂടി ആൾ ഫ്രീ ആവും. വയറ്റിൽ കറക്റ്റ് പോകുന്നില്ലേ? മുറിവിന്റെ അവസ്ഥ എന്താ? ഇന്ന് 4-ാമത്തെ മുറിവ് പിന്നെ പിന്നെ മുറിവ് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആദ്യം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയാലും കിടന്നാലും ഉറക്കില്ല. ഇതിന് കുത്തും ചൂടും തഞ്ചാനും എടുത്തിട്ടേ ഒരു വല്ലാത്ത അവസ്ഥ. എന്താ പറയാന്. അപ്പൊ എന്താ പറയാ എങ്ങനെയെങ്കിലും പിന്നെ ഒരു രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ വല്ല എണീച്ചിട്ട് ഒരു മയക്കത്തിൽ വല്ല എണീച്ച് പോയിക്കാണ് തജുലൊക്കെ സ്കെച്ച് പഠിച്ചവനൊക്കെ പ്രാർത്ഥിച്ചാണ്. അങ്ങനെ സുബിയായിട്ട് ടൈമിൽ ഞാൻ ഫ്രീ ആയില്ല. അൽഹംദുലില്ലാഹ് നല്ല സുഖമായിട്ട് ഉറങ്ങി. നല്ല പറയാ 2 ദിവസമായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. കറക്റ്റ് സുബിന് മുമ്പായിട്ട് തന്നെ എണീക്കും. ഞാനിപ്പോ എന്റെ അവസ്ഥ ആളുകൾ അറിയുന്നില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മാറാതെ ഈ പ്രശ്നം തീരില്ല. അങ്ങനെ ശരീരത്തിൽ മാറുന്നോണ്ടാണ് ഈ മുറി പോണത്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. എത്ര ശ്രമിച്ചാലും മതിയാവില്ല. ഇങ്ങനെ വൈദ്യുതി എത്തിപ്പെട്ടതിന്റെ ഒരു ഭാഗ്യം അത്ര. ആരെങ്കിലും പറഞ്ഞത്? ആരെ പറഞ്ഞത്? അത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റെ ഒരു പിന്നെ ഇളാമാനത്തിന് മുമ്പ് ഒരു മുറി കൊടുക്കാത്ത ഇവിടെ കൊടുക്കുന്നുണ്ട്. പൂച്ച വന്നേ കേസ്. അപ്പൊ അങ്ങനെ ഇളാമാനോട് ഞാൻ ഇങ്ങനെ മുറിയുടെ കാരണം ആളോട് ഇങ്ങനെ ഒരു വൈദ്യരെ വിളിച്ചൊന്ന് പോയി വെക്കുന്നു പറഞ്ഞാണ്ട് പൂച്ച വന്നിട്ട് വർഷം കുറെ പ്രയാസപ്പെടും. കുറേ ദിവസം മുറി കൊടുക്കും. അപ്പൊ അവരാണ് ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യരെ